പറയാനുള്ളത്, ഇന്നത്തെ കാലത്ത് പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായി ലഹരി എന്ന വിപത്തിനെ എല്ലാവരും സൂക്ഷിക്കണം. വ്യക്തിപരമായും സൂക്ഷിക്കണം, കുടുംബപരമായും സൂക്ഷിക്കണം, സാമൂഹികമായും സൂക്ഷിക്കണം. പഴയ കാലത്ത് ഒരാൾ കള്ളുകുടിയനാകണമെങ്കിൽ കുറേ കാലം കുടിച്ച് അങ്ങാടി കൂടി എങ്ങനെ ഡബ്ല്യു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കണം. അപ്പൊ ആൾക്കാർ പറയും ഓൻ കള്ളുകുടിയനാണ് എന്ന്. അഡിക്ഷൻ എന്നതിന് പറയും. ഓൻ നിർത്തിയാൽ നിൽക്കൂല. എന്നാൽ ഇന്ന് സിന്തറ്റിക് ലഹരി പദാർത്ഥങ്ങൾ എന്ന് പറയുന്ന കെമിക്കലുകളാണ്. ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ അഡിക്ഷൻ ഉണ്ടാവും. അത് തമാശക്ക് ഉപയോഗിച്ചാലും, ടേസ്റ്റ് അറിയാൻ വേണ്ടി ഉപയോഗിച്ചാലും, കമ്പനിക്ക് വേണ്ടി ഉപയോഗിച്ചാലും, ഒറ്റത്തവണ ഉപയോഗിച്ചാൽ തന്നെ അഡിക്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് തമാശക്ക് ഉപയോഗിക്കരുത്, കമ്പനിക്ക് ഉപയോഗിക്കരുത്, രുചി അറിയാൻ വേണ്ടി ഉപയോഗിക്കരുത്, ആ സാധനം ഉപയോഗിക്കുകയേ ചെയ്യരുത്. ഇന്നത്തെ എല്ലാ ലഹരികളും സിന്തറ്റിക് ലഹരി പദാർത്ഥങ്ങളാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ, ഞാൻ വായിച്ചതാണ്, നല്ല വാറ്റ് ചാരായം, പട്ടച്ചാരായം എന്ന് പറഞ്ഞ സാധനത്തിൽ വരെ സിന്തറ്റിക് ലഹരി അടക്കം ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോ വ്യാജനിൽ പിന്നെയും വ്യാജൻ, ഡ്യൂപ്ലിക്കേറ്റിന്റെ ഉള്ളിൽ പിന്നെയും ഡ്യൂപ്ലിക്കേറ്റ് എന്നതാണ് സംഗതി ഉള്ളത്. അതുകൊണ്ട് തമാശക്ക് പോലും ഉപയോഗിക്കരുത്. നമ്മൾ എന്താ വേണ്ടത്? നമ്മൾ വ്യക്തിപരമായി ഞാൻ ഉപയോഗിക്കുന്നില്ല എന്നതിനെ പ്രൗഡ് ആയി കാണണം, അഭിമാനമായി കാണണം. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്നത് പുതിയ തലമുറ അഭിമാനമായി കാണുന്ന സാഹചര്യത്തിലേക്ക് വരണം. അതാണ് വ്യക്തിപരം. കുടുംബപരം എന്ന് പറഞ്ഞാല് ഉമ്മാര് മക്കളെ നല്ലോണം ശ്രദ്ധിക്കുക. എന്താ ശ്രദ്ധിക്കേണ്ടത്? ലഹരി വസ്തു അടയാളമില്ലാതെ ഉപയോഗിക്കാൻ കഴിയില്ല. എല്ലാ സാധനങ്ങളും അങ്ങനെ തന്നെയാണ്, അടയാളം ഉണ്ടാവും. ലഹരിക്ക് പ്രത്യേകിച്ചും അടയാളമില്ലാതെ ഉപയോഗിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മക്കളിൽ ലഹരിയുടെ അടയാളമുണ്ടോ എന്ന് നിരന്തരം നോക്കിക്കൊണ്ടിരിക്കണം. എന്താ ലഹരിയുടെ അടയാളങ്ങൾ? ലഹരിക്ക് ഒരുപാട് അടയാളങ്ങളുണ്ട്. ചുരുക്കി ഇങ്ങനെ പറയാൻ പറ്റും, നിലവിലുള്ള സ്വഭാവത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയാൽ ലഹരി ഉപയോഗിച്ചു എന്ന് മനസ്സിലാവും. നല്ല വർത്താനം പറഞ്ഞിരുന്ന കുട്ടിയാണ്, ഇപ്പൊ മുണ്ടണന്നല്ല. നിലവിലുള്ള സ്വഭാവത്തിന്റെ നേരെ ഓപ്പോസിറ്റ്. തീരെ മുണ്ടീന്നല്ല, ഇപ്പൊ പഞ്ചായത്ത് റേഡിയോ തുറന്നച്ച മാതിരിയാണ്, തൊള്ള കൂടണന്നല്ല. തീരെ ഭക്ഷണം കഴിച്ചിരുന്നില്ല, അപ്പൊ തിന്നൊരു പണിയാണ്. നല്ലോണം തിന്നീന്നു, ഇപ്പോ തിന്നണന്നല്ല. നിലവിലുള്ള സ്വഭാവത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആവുക. ഉറക്കത്തിന്റെ വിഷയത്തിൽ വസ്ത്രധാര ദിവസം 3 വട്ടം കുളിച്ചിരുന്നു, ഇപ്പൊ കുളിക്കണന്നല്ല. ഇങ്ങനെ നിലവിലുള്ള സ്വഭാവത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയാൽ ലഹരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ്. ഭക്ഷണത്തോട് താല്പര്യം കുറഞ്ഞു വരിക, ശരീരം മെല്ലിച്ചു പോകുക, ഒറ്റക്കിരിക്കാൻ താല്പര്യം കൂടുക, മാതാപിതാക്കൾക്ക് പരിചയമില്ലാത്ത മുതിർന്നവരുമായ അമിതമായ കൂട്ടുകെട്ടുണ്ടാകുക, 50 രൂപ 30 രൂപ പോലത്തെ ചെറിയ ചെറിയ പൈസ പെരേന്ന് കളവ് പോവുക, ഇതൊക്കെ പ്രധാനപ്പെട്ട അടയാളങ്ങളാണ്. കിടന്നുറങ്ങുന്ന റൂമിന്റെ വാതിൽ എപ്പോഴും കുറ്റിയിടാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഉറങ്ങിയ റൂമിൽ പേപ്പർ കത്തിച്ചതിന്റെ അടയാളം കാണുക, ഇതൊക്കെ ലഹരിയുടെ അടയാളങ്ങളാണ്. അടുത്ത കുടുംബത്തോട് ദേഷ്യം കാണിക്കുക, അമ്മാനോടും പെങ്ങന്മാരോടും. അകന്ന കുടുംബത്തോട് അമിതമായ താല്പര്യം കാട്ടുക. ഇളയമ്മാന്റെ മകളെ കെട്ടിച്ചുകൊടുത്ത് ഇടക്കിടക്ക് പോകുക, ഇമ്മാനോടും പെങ്ങന്മാരോടും ദേഷ്യം കാണിക്കുക. അടുത്ത കുടുംബത്തോടുള്ള ദേഷ്യം ലഹരിയുടെ അടയാളമാണ്. അകന്ന കുടുംബത്തോട് അമിതമായ താല്പര്യം ഉണ്ടാവുന്നതിന് കുഴപ്പമില്ല, അതിനൊരു പരിധി വേണ്ടേ? ആ പരിധി വിട്ടാൽ അത് ലഹരിയുടെ അടയാളമാണ്. ഇങ്ങനെ അടയാളങ്ങൾ കാണുകയാണെങ്കിൽ ശാസ്ത്രീയമായ ചികിത്സ കൊടുക്കണം. അഡിക്ഷൻ ഇന്ന് ചികിത്സിച്ചാൽ മാറുന്ന അസുഖമാണ്. അതുകൊണ്ട് ഡി അഡിക്ഷൻ സെന്ററുകളിൽ പോയി കൗൺസിലിങ്ങും ഒപ്പം മരുന്നും കൊടുത്ത് മാറ്റിയെടുക്കണം. നല്ലോണം പൈസ ചെലവാകും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അല്ലാതെ ഇപ്പം എന്താ കാട്ടുക എന്നതാണ് പറയാനുള്ളത്. അതാണ്. അപ്പൊ അതുകൊണ്ട് കുടുംബപരം. ഇനി സാമൂഹികമായും ലഹരിയുടെ ഉപയോഗത്തെ സൂക്ഷിക്കണം. സാമൂഹികമായി സൂക്ഷിക്കുക എന്ന് പറഞ്ഞാല്
ഒരു നാട്ടിൽ ലഹരിയുടെ വ്യാപനമോ കച്ചവടമോ നടക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുക. അറിയിച്ചിട്ട് എന്താന്നുള്ളത് രണ്ടാമതൊരു ചോദ്യം കേട്ടോ. നമ്മളെ ഉത്തരവാദിത്തം നിർവഹിക്കുക. ബന്ധപ്പെട്ട അധികാരികളെ ഇന്ന സ്ഥലത്ത് ലഹരിയുടെ ഉപയോഗവും അതിന്റെ വിൽപ്പനയും ഒക്കെ നടക്കുന്നുണ്ട് എന്ന വിവരം അറിയിക്കുക. ഇങ്ങനെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായി ലഹരി എന്ന വിപത്തിനെതിരെ അതിശക്തമായി പടപൊരുതേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് എല്ലാവരെയും സാന്ദർഭികമായി ഉത്ബോധിപ്പിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് മടങ്ങി വരികയാണ് മുഅ്മിനീങ്ങളെ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരാശയം, നിയ്യത്ത് കൊണ്ട് ആബിദീങ്ങളാവുക. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഇങ്ങനെ ചൊല്ലി ഇബാദത്ത് എന്ന നിയ്യത്തുണ്ടെങ്കിലേ കൂലിട്ടുള്ളൂ. നിസ്കരിച്ചാലും നിയ്യത്ത് തെറ്റിയാൽ കൂലില്ലാതാവും. അപ്പൊ അതുകൊണ്ട് അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അതിശക്തമായ മഹബ്ബത്തുള്ളവരാവുക. ഈമാൻ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഈമാൻ ഓട്ടോമാറ്റിക് വരും. ഈമാൻ വന്നാൽ അമലുസ്വാലിഹാത്ത് അതിന്റെ കൂടെ വരും. അതായത് അമലുസ്വാലിഹാത്ത് ഇല്ലാത്ത ഈമാൻ കൊണ്ട് കാര്യമുണ്ട്. അതേ സമയത്ത് ഈമാൻ ഇല്ലാത്ത അമലുസ്വാലിഹാത്തിന് അമലുസ്വാലിഹാത്ത് എന്ന് പറയുക പോലുമില്ല. ഞാൻ ഈ പറയണത് നല്ല മനസ്സിലാക്കണേ. ഒരാൾക്ക്, ഒരു അമുസ്ലിമായ ആൾക്ക് 100 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചോളി. അയാള് 30 സെന്റ് സ്ഥലം 20 ആൾക്ക് പെരകയറ്റാൻ വേണ്ടിയാണ് കൊടുത്താല് മൂപ്പര് കുറെ സ്വതക്ക കൊടുത്തു എന്ന് നമ്മൾ പറയില്ല, ദാനം ചെയ്തു എന്നൊക്കെ പറയും. സ്വതക്ക എന്ന് പറഞ്ഞത് ഇസ്ലാമിലെ ഒരു സാങ്കേതികമായ പ്രയോഗമാണ്. സ്വതക്കക്ക് നീയത്തുണ്ടായിരിക്കണം, നീയത്തിന് ഈമാനുണ്ടായിരിക്കണം. നീയത്തില്ലെങ്കിലും സ്വഹിയാവട്ടോ, അജ്റ് സവാബ് അതിന് നീയത്തുണ്ടായിരിക്കണം. സിഹത്ത് ചില കാര്യങ്ങൾ, ഞാൻ ഒരാള് ഭാര്യനെ അന്നെ ഞാൻ 3 തലാഖും ചൊല്ലിയാറുണ്ട് ഞാൻ നീയത്ത് വെച്ചിട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഓളോളോടുക്കാണ് പോകും. അപ്പൊ സിഹത്ത് മുത്തില എന്ന് പറഞ്ഞത് വേറൊരു കാര്യമാണ്. അജ്റ് കൂലി ലഭിക്കണ്ടേ, സവാബ് ലഭിക്കണ്ടേ, അതിന് നീയത്തുണ്ടായിരിക്കണമല്ലോ. എന്നാൽ നീയത്തിന് ഈമാനും ഷർത്താണ്. സദഖക്ക് നല്ല ഉദാഹരണം ഇതിലേറെ ഫിറ്റായത് പറയാം. റമദാൻ മാസമായി ഒരമുസ്ലിമായ ആള് കുറെ കൊല്ലങ്ങളോളായിട്ട് റമദാൻ മാസത്തിൽ ഉപവാസം അനുഷ്ഠിക്കുന്നു. ഇസ്ലാമിന്റെ സാങ്കേതിക അർത്ഥത്തിലുള്ള സൗം അയാൾക്കുണ്ടെന്ന് പറയാൻ കഴിയില്ല. എന്തുകൊണ്ട്? സൗമിന് 2 നിബന്ധനകളാണുള്ളത്. 1 നിയ്യത്ത്, 2 ഇംസാക്ക്. 1 നിയ്യത്ത് വെക്കുക, 2 നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് പിടിച്ചു നിൽക്കുക. രണ്ടാമത്തതുണ്ട്, ഒന്നാമത്തത് ഉണ്ടായിട്ടില്ല. എന്നാ പിന്നെ നീയത്തണ്ട് വെച്ചാ പോരേന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നീയത്തിന് ഈമാൻ ഷർത്താണ്. നീയത്ത് വെക്കല് നടക്കൂല. നീയത്തിന് ഈമാൻ ഷർത്തുണ്ട്. 1 അസ്ലാണ്, മറ്റൊന്ന് ഫർആണ്. ഫർഅ ഇല്ലാത്ത, അമൽ ഇല്ലാത്ത ഈമാൻ കൊണ്ട് കാര്യമുണ്ട് എന്നാ ഞാൻ പറഞ്ഞത്. അതേ സമയത്ത് ഈമാനില്ലാത്ത അമൽ കൊണ്ട് പ്രയോജനമുണ്ടായിരിക്കില്ല. അതുകൊണ്ട് ഏത് ഇബാദത്തുകളും ഇബാദത്തിന്റെ പരിധിയിൽ വരണമെങ്കിൽ ഈമാൻ ഭദ്രമായിരിക്കണം. ഈമാൻ ഭദ്രമാക്കാനുള്ള എളുപ്പ വഴി മുസ്തഫായ നബി തങ്ങളോട് അടങ്ങാത്ത താല്പര്യമാകുന്നു. ഈമാൻ പോയ ആൾക്കാർക്ക് നിങ്ങൾ പരിശോധിച്ച് നോക്കോളി. യുക്തിവാദികൾ എന്താ പ്രശ്നം? മുത്തുനബിയോട് താല്പര്യമില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. നിരീശ്വരവാദി എന്താ പ്രശ്നം? മുഹമ്മദ് നബിയോട് താല്പര്യമില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം.